വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. കുട്ടികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സ്ഥിരവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ചാർജിങ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. പല വസ്തുക്കളെയും എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാം എന്നൊക്കെ പറയുന്ന കുറച്ചധികം വലിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. പൊതുവെ ഈ ചാപ്റ്റർ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. നമുക്ക് പതുക്കെ ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും 2 ചാർജിങ് മെത്തേഡ്സ് ആണ് നമ്മളിതിൽ പഠിക്കുന്നത് അല്ലേ. ഒന്നെന്തായിരുന്നടാ, ചാർജിങ് ബൈ കണ്ടക്ഷൻ അല്ലേ. ചാർജിങ് ബൈ കണ്ടക്ഷനും അതുപോലെ തന്നെ എന്തായിരുന്നു, ചാർജിങ് ബൈ ഇൻഡക്ഷൻ അല്ലേ. ഇൻഡക്ഷൻ, ഇങ്ങനെ മലയാളത്തിൽ നമ്മൾ പറയും സമ്പർക്കം വഴിയുള്ള ചാർജിങ് അല്ലേ. സമ്പർക്കം വഴിയുള്ള ചാർജിങ്ങും അതുപോലെ തന്നെ പ്രേരണം വഴി അല്ലേ. പ്രേരണം വഴിയുള്ള ചാർജിങ്, ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാർജിങ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നല്ലേ. നോക്കിയേ മക്കൾ, ഇവിടെ നമുക്ക് 2 ഒബ്ജക്ട്സിനെ കാണാൻ പറ്റും. ഒന്നിത് ഒബ്ജക്റ്റ് 1, മറ്റേ നോക്കിയ ഒരു ഗ്ലാസ് റോഡിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാ ചാർജ് ചെയ്യുക? എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്താൽ മതി അല്ലേ. ഹെയർ ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്യാം, സിൽക്ക് ക്ലോത്ത് ഉപയോഗിച്ച് റബ്ബ് ചെയ്യാം, പോളിത്തീൻ കവറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എന്താണ് റബ്ബ് ചെയ്തിട്ട് നമ്മൾ ഒരു സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇയാളാണെങ്കിൽ ഒരു ചാർജ് ഇല്ലാത്തൊരു വസ്തുവാണ്. ഓക്കെ, സെറ്റാണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ പേര് ഓർക്കണം. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് ചാർജിങ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ്. സമ്പർക്കം എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യല്ലേ. സമ്പർക്കത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ടച്ചിങ്ങിൽ വരിക, അയാളെ പോയിട്ട് തൊടുക. അങ്ങനെ തൊട്ടിട്ട് ചാർജ് ഉണ്ടാക്കുന്ന പരിപാടിയാണതാ ചാർജിങ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആര് തൊടും നോക്കാം നമുക്ക് അല്ലേ. ഈ ആളെ വെച്ചിട്ട് നോക്കി നമ്മൾ ഗ്ലാസ് റോഡ് ഇയാളെ പോയിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്ലാസ് റോഡിലുള്ള ചാർജസ് ഒക്കെ ഇയാൾക്ക് കിട്ടും. ഈ ഒരു മെത്തേഡാണ് മക്കളെ, ഈ ചാർജിങ് ബൈ കണ്ടക്ഷൻ അല്ലെങ്കിൽ സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. ഇപ്പം ഗ്ലാസ് റോഡ് നെഗറ്റീവ്ലി ചാർജഡ് ആണെങ്കിൽ നമ്മളെ ബോഡിക്ക് കിട്ടുക, നമ്മളെ ഒബ്ജക്റ്റിന് കിട്ടുക നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ്റെ പ്രത്യേകത. നമ്മൾ ഏത് ടൈപ്പ് ചാർജ് കൊണ്ടാണോ അയാളെ പോയിട്ട് ടച്ച് ചെയ്യുന്നത്, അതേ ചാർജ് അയാൾക്ക് കിട്ടും. അതാണ് നമ്മളുടെ ചാർജിങ് ബൈ കണ്ടക്ഷൻ അല്ലെങ്കിൽ സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാൻ നോക്കാം. വാട്ട് ഈസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്താണ്? ഇഫ് എ ബോഡി റിസീവ്സ് ചാർജ് ബൈ ഇറ്റ്സ് കോണ്ടാക്ട് വിത്ത് അനദർ ചാർജ്ഡ് ബോഡി ഇറ്റ് ഈസ് നോൺ ആസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ അല്ലേ. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സമ്പർക്കം മൂലം അല്ലേ, അയാൾ കോണ്ടാക്റ്റിൽ വരുന്നത് മൂലം, അയാൾ ടച്ച് ചെയ്യുന്നത് മൂലം, അയാൾ തൊടുന്നത് മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നതിനെയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ് അല്ലെങ്കിൽ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് നമ്മൾ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സെറ്റ്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലായിക്കോ. ഈ ഒരു ചാർജിങ് ബൈ കണ്ടക്ഷൻ പ്രകാരം നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിന് കിട്ടുന്ന ചാർജ് എന്തായിരിക്കും? സെയിം ചാർജ് ആയിരിക്കും. മക്കളെ ഒന്ന് നോക്കിക്കോ. ഇയാളെ ഗ്ലാസ് റോഡ് നെഗറ്റീവ് ചാർജ് ആയിരുന്നു, ഇയാൾക്ക് കിട്ടിയ ചാർജ് നെഗറ്റീവ് ചാർജ് തന്നെയാണ്. ഇയാളെ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ ഇയാൾക്ക് കിട്ടിയ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ചാർജിങ് ബൈ കണ്ടക്ഷനിൽ കിട്ടുന്ന ചാർജ് സെയിം ടൈപ്പ് ഓഫ് ചാർജസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ഇപ്പോൾ പോയി നോക്കാം അല്ലേ. നോക്കിയോ, Ben is bringing a charged body near the metallic object B to make charge in it. ഓക്കെ, ബി എന്ന ഒരു ലോഹ വസ്തുവിനെ ചാർജ് ചെയ്യാനായിട്ട് ബെന്നി എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യാണ്, എ എന്ന വസ്തുവിനെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, സെറ്റാണല്ലോ. ഏതാ? ബീതാ. റെഡിയാണ്. നമുക്ക് ബീൻ്റെ ചാർജ് ഇവിടെ തന്നിട്ടുണ്ട്, പ്ലസ്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ എ എന്ന് പറയുന്ന വസ്തു അല്ലേ, ഒരു ഗ്ലാസ് റോഡോ എന്തോ ആവട്ടെ, അതെന്താണ്, ഇയാൾ ടച്ചിങ്ങിലാണ്, കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ്. കാരണം കോണ്ടാക്റ്റിൽ വന്നത് കൊണ്ടാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ അല്ലേ. അടുത്ത് വന്നിട്ടുണ്ട്, തൊട്ട് നിൽക്കുകയാണ് അല്ലേ. നമ്മളെന്താണ്, തൊട്ട് വന്നിട്ടുണ്ട്, സമ്പർക്കത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ മനസ്സിലോട്ട് ആദ്യം വരണം. സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് ചാർജാണ് ഇയാൾക്ക് കിട്ടുക, ഒക്കെ നമുക്ക് അറിയാം അല്ലേ. സെറ്റ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നെയിം ദിസ് മെത്തേഡ് ഓഫ് ചാർജിങ്. ഈ രീതിയിലുള്ള ചാർജിങ്ങിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ മക്കളെ വേഗം കമൻറ്റ് ചെയ്തോ. ഏതാണടാ ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചാർജിങ് ബൈ കണ്ടക്ഷൻ. എന്താണ്? സമ്പർക്കം വഴിയുള്ള ചാർജിങ് ആണ് അല്ലേ. നെക്സ്റ്റ്, വാട്ട് മൈറ്റ് ബി ദ ചാർജ് ഓഫ് ദ ബോഡി എ വിച്ച് ഈസ് യൂസ്ഡ് ടു ബി ചാർജ് ബി.
ഓക്കെ, എന്താണ് എ എന്ന വസ്തുവിലെ ചാർജ് എന്തായിരിക്കും അല്ലേ? ബി എന്ന വസ്തുവിനെ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ ചാർജ് എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ബിന്റെ ചാർജ് ഇവിടെ പോസിറ്റീവാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മനസ്സിലാക്കിയ മക്കളെ, നമ്മൾ ഒരു ഡൗട്ടും വേണ്ട, എന്റെ ചാർജ് സെയിം ചാർജ് ആയിരിക്കും. കാരണം നമുക്കറിയാം ഈ എയിലുള്ള ചാർജാണ് ബിയിലോട്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ? അയാളെ തൊട്ടിട്ട് എന്ത് ചെയ്യാണ് അല്ലെ, കൊടുത്തപ്പോഴാണ് അയാൾക്ക് ചാർജ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. ആക്ച്വലി നമ്മൾ വിചാരിക്കും ഇയാളുടെ ചാർജ് എന്നിട്ട് ഇയാളുടെ ചാർജ് ആയിരിക്കും ചോദിക്കാം, പക്ഷെ തിരിച്ച് ചോദിച്ചത് കണ്ടോ? അപ്പം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരാളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അത് വളരെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സുമായിട്ട് കാണാം. ബൈ.